ഹായ് ഫ്രണ്ട്സ്, സൂപ്പർ കൺമണിയുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൃഷിന് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഒരുക്കി വെച്ച് മാനസ കൃഷിനെ കാത്തിരിക്കുന്നുണ്ട്. അതോടൊപ്പം മാനസയ്ക്ക് ടെൻഷൻ ഉണ്ട്, കൃഷിന് താൻ ഉണ്ടാക്കിയതൊക്കെ ഇഷ്ടപ്പെടുമോ എന്ന് ഓർത്തിട്ട്. എന്നാൽ ഹേമ പറഞ്ഞു കൊടുക്കും, പെണ്ണിനോട് ആത്മാർത്ഥമായിട്ട് ഒരു പുരുഷന് സ്നേഹം ഉണ്ടെങ്കിൽ അവള് വയ്ക്കുന്ന ആഹാരം ഒരിക്കലും ഒരു പുരുഷൻ കുറ്റം പറയില്ല മോളെ. അതുകൊണ്ട് കൃഷു അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതേ സമയം കൃഷി അങ്ങോട്ട് വരുന്നു. ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കണ്ടിട്ട് കൃഷിന് സന്തോഷമാവുന്നുണ്ട്. കൃഷിന് വേണ്ടി മാനസ സ്പെഷ്യലായിട്ട് ന്യൂഡിൽസ് വരെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും തുടർന്ന് കൃഷിനോട് ഇരിക്കാൻ പറയുകയാണ് ആന്റിയമ്മ, മാനസയോട് വിളമ്പി കൊടുക്കാനും. എന്നാൽ കൃഷി ചോദിക്കുക, എന്താ ആന്റിയമ്മ ഇത്? സ്ത്രീകളെന്ന് പറഞ്ഞാലേ പുരുഷൻ ആഹാരം വിളമ്പി കൊടുക്കാൻ ഉണ്ടായവരാണോ? അതുകൊണ്ട് മാനസെ നീ ഇരിക്കുന്നു പറഞ്ഞ് മാനസയെ അവിടെ പിടിച്ചിരുത്തും. ആന്റിയമ്മയോടും ഹേമയോടും ആണെങ്കിലും ഇരിക്കാൻ പറയും. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാം എന്നുകൂടെ കൃഷി പറയുമ്പോൾ ഹേമയും സമ്മതിക്കുന്നുണ്ട്. കൃഷി പറഞ്ഞത് ന്യായമായിട്ടുള്ള ഒരു കാര്യമാണെന്ന്. എന്തായാലും ഇപ്പൊ കൃഷി മാനസ ഇരുന്ന് കഴിക്കുക, നിങ്ങള് പിള്ളേരാദ്യം കഴിക്കുക, എന്നിട്ട് ഞങ്ങൾ കഴിച്ചോളാം എന്നിങ്ങനെ ഹേമയും ആന്റിയമ്മയും കൂടെ പറഞ്ഞപ്പോ കൃഷി പിന്നെ മാനസയുടെ അടുത്തിരുന്ന് കഴിക്കാൻ തുടങ്ങുകയാണ്. തുടർന്ന് മാനസയെ സുഖിപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ട്, എനിക്ക് വേണ്ടി മാനസ ഇത്രയും ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കിയല്ലോ, ഒത്തിരി നന്ദിയുണ്ട്. പിന്നീട് മാനസ ഉണ്ടാക്കി വെച്ച ന്യൂഡിൽസ് എല്ലാം സ്മെല് ചെയ്തിട്ട് അതിന്റെ ആ മണം ആസ്വദിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, എനിക്ക് ഇത് തന്നെ മതി, ഇതുപോലെ തന്നെ മാനസ ഇനിയും തുടർന്നുണ്ടാക്കിയാൽ മതിയെന്ന്. മാനസയും അതെല്ലാം കേൾക്കുമ്പോൾ ഒത്തിരി ഹാപ്പിയാവും. പിന്നീട് മാനസ തന്നെ അത് കൃഷിന് വേണ്ടി സെർവ് ചെയ്ത് കൊടുക്കുന്നു. ഇത് വായിൽ വെക്കാൻ കൊള്ളാവുന്നതാവണേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെയാണ് കൃഷി കഴിക്കാൻ പോകുന്നത്. കൃഷി പേടിച്ചതുപോലെ തന്നെ വായിൽ വെക്കാൻ കൊള്ളാത്ത ന്യൂഡിൽസ് ആണ് മാനസ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. തുപ്പാനും വയ്യ ഇറക്കാനും വയ്യ എന്നുള്ളൊരവസ്ഥയിലാവുന്നു. ഏതായാലും തന്റെ നല്ല പിള്ള ഇമേജ് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് കൃഷി ഒന്നും മറുത്തൊന്നും പറയാതെ അത് ഇറക്കുക തന്നെയാ ചെയ്യുന്നത്. ഹേമ ചോദിക്കുന്നുണ്ട് ന്യൂഡിൽസ് എങ്ങനെയുണ്ടെന്ന്. സൂപ്പർ എന്ന് കൃഷി പറയുന്നു. ഇതുപോലത്തെ ഒരു ഫുഡ് ഞാൻ കഴിച്ചിട്ടേ ഇല്ലെന്നും, എന്താ ഒരു ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അറച്ചരച്ചുകൊണ്ട് എല്ലാവരുടെ മുമ്പിൽ സന്തോഷം അഭിനയിച്ചുകൊണ്ടാണ് കൃഷി ന്യൂഡിൽസ് മുഴുവൻ കഴിച്ചു തീർക്കുന്നത്. എന്നാൽ ആന്റിയമ്മയ്ക്ക് കൃഷി അത് വെറുതെ പറയുന്നതാണെന്ന് മനസ്സിലാവുന്നുണ്ട്. കാരണം മാനസ ഉണ്ടാക്കിയ ഭക്ഷണം താരം മുമ്പേ ഒന്ന് രുചിച്ചു നോക്കിയതാ, നാവിൽ വെക്കാൻ കൊള്ളില്ല. എന്നിട്ട് നീ അത് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നീ ഒരു ഗംഭീര നടൻ തന്നെയാണ്. പക്ഷെ നീ എന്തിനാ ഇങ്ങനെ അഭിനയിക്കുന്നതെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. നിന്നെ ഞാൻ ശരിയാക്കി തരാം എന്നൊക്കെ ആന്റിയമ്മ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ബാലുവും സുമിത്ര അങ്ങനെ നിൽക്കുമ്പോൾ ഭാഗ്യശ്രീ വന്നിട്ട് എനിക്ക് അമ്മയോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. എന്നാൽ സുമിത്ര എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ലെന്ന് പറഞ്ഞ് വാശി കാണിച്ച് നിൽക്കുമ്പോൾ ഇതിനിടയിൽ ബാല് പറയുന്നുണ്ട് ഭാഗ്യശ്രീയോട്, നീ എന്താണെങ്കിലും എന്നോട് പറ, ഈ അച്ഛനോട് പറ. അപ്പൊ ഭാഗ്യശ്രീ പറയും, ഞാൻ ഒരുപാട് തവണ ചോദിക്കണോ വേണ്ടോ എന്ന് ആലോചിച്ചതാ, ചോദിക്കാതെ പറ്റില്ലെന്ന് എനിക്കിപ്പോ മനസ്സിലായി. വേറൊന്നുമല്ല, ഏട്ടന്റെ യഥാർത്ഥ അച്ഛനും അമ്മയും അത് സാഗര സുജാതയാണോ? ഈ ചോദ്യം കേട്ട് ഞെട്ടിപ്പോകുന്നുണ്ട് സുമിത്രയും ബാലുവും. ഭാഗ്യശ്രീ ആണെങ്കിലും ഈ രണ്ടുപേരുടെ ഞെട്ടലിൽ നിന്ന് തന്നെ എനിക്ക് ആ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയെന്നും പറയുന്നു. സുമിത്ര സംശയത്തോടെ ചോദിക്കുന്നുണ്ട്, നീ ലാലിയെ കണ്ടിരുന്നോ എന്ന്. അപ്പൊ ഭാഗ്യശ്രീ പറയും, ലാലി ആന്റിയെ കണ്ട ഒരുപാട് സത്യങ്ങൾ അറിയാൻ പറ്റും അല്ലേ? ഏതായാലും ലാലി ആന്റിയെ വെറുതെ സംശയിക്കേണ്ട, അഡ്വക്കേറ്റ് എന്നതിലപ്പുറം ഞാനൊരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ജേർണലിസ്റ്റ് കൂടെ ആയിരുന്നു, അതറിയാലോ. അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നുള്ള രീതിയിൽ ഞാൻ അന്വേഷിച്ചു, പലതും കണ്ടെത്തുകയും ചെയ്തു. കണ്ടെത്തിയതിൽ പലതും പലരുടെയും ജീവിതം പിടിച്ചു കുലുക്കുന്നതാ. ഏതായാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, മഹാരഹസ്യങ്ങളൊക്കെ ഏട്ടനെ അറിയിക്കാൻ തന്നെ. ഏട്ടൻ ഞെട്ടി തകരുമായിരിക്കും, തകർന്നോട്ടെ. അമ്മയെ അന്ധമായിട്ട് അനുസരിച്ചിട്ട് അവസാനം കിട്ടാൻ പോകുന്നത് എന്താണെന്ന് അറിഞ്ഞാൽ ഏട്ടൻ തകരണം. സുമിത്രയ്ക്ക് അത് കേട്ട് പേടിയാവുന്നുണ്ട്. നീ ഞങ്ങളുടെ ചോരയാണെന്നും കൂടെ നിന്ന് ഒറ്റ കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ചോര ഒന്നായിരിക്കും, പക്ഷെ കാര്യമില്ല, മനസ്സ് വേറെയാ. നിങ്ങളുടെ ദുഷ്ട മനസ്സാണ്, പക്ഷേ എന്റെ മനസ്സ് അതുമായിട്ട് ചേരില്ല. നിനക്ക് വേണ്ടിയാണ് മോളെ ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് സുമിത്ര പറഞ്ഞിട്ടും അമ്മ വെറുതെ കോമഡി ഒന്നും പറയില്ലേ. സുമിത്രാദേവി മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുകയെന്നോ? അമ്മ ജീവിക്കുന്നതേ അമ്മയ്ക്ക് വേണ്ടി മാത്രമാ. മറ്റുള്ളവരുടെ സെന്റിമെന്റ്സ് ഒന്നും അമ്മയ്ക്ക് അറിയില്ല. അമ്മയോട് ചേർന്ന് നിന്ന് ഇപ്പൊ അച്ഛനും ഇല്ല ആ സെന്റിമെന്റ്സ് ഒന്നും. രണ്ടുപേരോട് ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം, എല്ലാ കാര്യങ്ങളും ഞാൻ ഏട്ടനോട് അറിയിക്കാൻ തന്നെ പോവുക. ഇതെല്ലാം കേട്ട് സുമിത്ര, നീ ബലരാമനെ ഇപ്പൊ എല്ലാ കാര്യങ്ങളും അറിയിച്ചു കഴിഞ്ഞാലേ പിന്നെ ഒരു നിമിഷം പോലും ഞാൻ ജീവിച്ചിരിക്കില്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോ അതിന് അമ്മ ഇപ്പൊ ജീവിച്ചിരിക്കുന്നില്ലല്ലോ, അമ്മ എന്നേ മരിച്ചു കഴിഞ്ഞു. ദുഷ്ട മനസ്സുള്ള മറ്റേതോ സ്ത്രീയാണ് എന്റെ അമ്മയുടെ സ്ഥാനത്തിപ്പോ. അങ്ങനെയാ എനിക്കിപ്പോ തോന്നുന്നത്. നിങ്ങളെ പോലുള്ളവരൊന്നും ജീവിക്കുന്നതിൽ ഒരർത്ഥമില്ല എന്നും കൂടെ പറഞ്ഞിട്ട് ഭാഗ്യശ്രീ അവിടെ നിന്നും പോകുന്നുണ്ട്. ഭാഗ്യശ്രീയെ ബലരാമനെ എല്ലാ സത്യങ്ങളും അറിയിക്കാൻ പോവുകയാണെന്ന് മനസ്സിലാക്കുന്ന സുമിത്ര ആണെങ്കിൽ അതെങ്ങനെയെങ്കിലും ബ്ലോക്ക് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് സഹദേവനെ കോൾ ചെയ്യുന്നുണ്ട്. അയാളോട് തന്റെ ആവശ്യം എന്താണെന്ന് സുമിത്ര അറിയിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കൺമണി അമ്മായിമാര് കോൾ ചെയ്യുന്നുണ്ട്. കൺമണി കോൾ എടുത്തിട്ട് ഹലോ അമ്മായി എന്ന് സ്നേഹത്തോടെ സംസാരിക്കുന്നത് കേട്ടിട്ട് സുലോചന ദേഷ്യപ്പെടുന്നുണ്ട്. അമ്മായിയോ? ആരടി നിന്റെ അമ്മായി? ഞങ്ങളെ പടുകുഴിയിൽ കൊണ്ടുപോയി തള്ളിയിട്ട് നീ ഇപ്പൊ സുഖിക്കുകയാണ് അല്ലേടി? ഓഫീസിലെ കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞു കാണുമല്ലോ. ഓഫീസിൽ നിന്നേ ഞങ്ങൾ
ഞങ്ങളെ സസ്പെൻഡ് ചെയ്തു. ഇത് കേട്ട് ആകെ ഞെട്ടിപ്പോകുന്നുണ്ട് കൺമണിയും. സത്യമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ലടി കള്ളം, നീ വേണമെങ്കിൽ ഹരിസാറിനെ വിളിച്ച് ചോദിച്ചു നോക്ക്, അപ്പൊ പറഞ്ഞു തരും. ആ മാനസയെ ഞങ്ങളെ സസ്പെൻഡ് ചെയ്ത് നിന്റെ അമ്മായിമാരാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട്. സത്യമായിട്ടും ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു എന്ന് കൺമണി പറയുന്നുണ്ടെങ്കിലും നീ ഒന്നും അറിയില്ലല്ലോ. നിനക്കിപ്പോ ഞങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലല്ലോ. നീയും നിന്റെ കൃഷിസാറും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ നോക്ക്, കുറച്ചുപേര് കൂടെ നിൽക്കുമ്പോഴേ ആദ്യം വേണ്ടത് എന്താണെന്നറിയോ? അവർക്ക് ഒരാപത്തും വരുത്താതെ നോക്കല. ഇനി അവർക്ക് എന്തെങ്കിലും ആപത്ത് വന്നാൽ ഉടനെ തന്നെ അവരെ രക്ഷിക്കണം. അമ്മായിമാരുടെ ഈ കുത്തുവാക്കുകളെല്ലാം കേട്ടിട്ട് കൺമണിക്ക് ആകെ സങ്കടാവുന്നുണ്ട്. ശേഷം കൺമണിയോട് അവർ ആവശ്യപ്പെടുന്നുണ്ട്, നിനക്ക് പറ്റുവാണെങ്കിൽ ഞങ്ങളെ തിരിച്ചെടുക്കാൻ നോക്ക്. നിന്റെ ആവശ്യത്തിന് ഞങ്ങൾ വേണമല്ലോ. കാര്യം കഴിഞ്ഞപ്പോ ഞങ്ങൾ കറിവേപ്പിലയായി. പിന്നെ നോക്ക് കൺമണി, ഈ വീടും കൂടെ കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കൺമണിയാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വിഷമിച്ചു നിൽക്കുന്നു. അമ്മായിമാരുടെ അവസ്ഥ കണ്ടിട്ട് ഏതായാലും ധനലക്ഷ്മിക്ക് സന്തോഷാവുന്നുണ്ട്. അവരെ മാക്സിമം കളിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ശേഷം അവരോടായിട്ട് പറയുന്നുണ്ട്, ഒരാപത്ത് വരുമ്പോ കൺമണി സഹായിക്കില്ലെന്ന് നിങ്ങൾക്കിപ്പോ മനസ്സിലായല്ലോ. പക്ഷെ ഈ ചതിക്ക് അവൾക്ക് ഒരു തിരിച്ചടി കിട്ടാതിരിക്കില്ല. അവളെ എന്തായാലും ഒരാൾ ചതിക്കും. അത് ആരാണെന്നറിയോ? അവളുടെ കൃഷിസാറ് തന്നെ. ധനലക്ഷ്മിയുടെ ഈ സംസാരമൊക്കെ കേട്ടിട്ട് അമ്മായിമാർക്ക് ദേഷ്യം വരുന്നുണ്ട്. നിർത്താൻ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ആദ്യം ആ കൺമണിയെ അടിച്ചൊതുക്കണം. അങ്ങനെയെല്ലാം പറഞ്ഞ് അമ്മായിമാരുടെ മനസ്സിൽ വിഷം കുത്തി വെക്കുകയാണ്. അതിനുശേഷം കൺമണി ദേവ്ജിയോടും എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അമ്മായിമാരെ മാനസ സസ്പെൻഡ് ചെയ്തു എന്ന് കേൾക്കുമ്പോൾ കൺമണിയോട് വിഷമിക്കാണ്ടിരിക്കാനും മാനസ കൃഷിന് ഒരു മുഴം മുമ്പേ അറിയുന്നതാ. കൺമണിയുടെ അമ്മായിമാർക്കെതിരെ ഓൾറെഡി അവിടെ പരാതികളുണ്ട്. ഇപ്പൊ മാനസ പിടിമുറുക്കിയതോടെ പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറഞ്ഞ അവസ്ഥയായി. സത്യത്തിൽ കൺമണിയെ ഓർത്തിട്ടാണ് ഇതുവരെ അമ്മായിമാർക്കെതിരെ നടപടികളൊന്നും എടുക്കാതിരുന്നത്. പക്ഷെ മാനസ ഇപ്പൊ തന്ത്രപരമായിട്ട് കളിക്കുക. അമ്മായിമാർക്കെതിരെയുള്ള ഈ സസ്പെൻഷൻ മാനസ നിലനിർത്താനും ശ്രമിക്കും. അമ്മായിമാർക്ക് ഇന്നല്ലെങ്കിൽ നാളെ സസ്പെൻഷൻ കിട്ടേണ്ടതായിരുന്നു. എന്തായാലും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാമെന്നും കൺമണിയോട് സമാധാനമായിട്ട് ഇരിക്കാനും ദേവ്ജി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ബലരാമൻ വെപ്രാളത്തോടെ വന്നിട്ട് സഹദേവനോട് ചോദിക്കുകയാണ്, എനിക്ക് അമ്മയോ ഭാഗ്യശ്രീയോടോ ഒന്ന് സംസാരിക്കണം, അവരെ ഒന്ന് കോൾ ചെയ്ത് തരാമോ എന്ന് ചോദിക്കുമ്പോൾ സഹദേവൻ കൈ ഒഴിയുകയാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ജയിലിനകത്തുള്ള ഈ പരോപകാര ജയിലിൽ സൂപ്രണ്ട് അറിഞ്ഞു കഴിഞ്ഞു. ഞാൻ വേണ്ടപ്പെട്ടവർക്ക് ഫോൺ ചെയ്യാനുള്ള സഹായം കൊടുത്തു എന്നുള്ള വാർത്ത വന്നിരിക്കുക. ഇപ്പോ സൈബർ സെല്ലുകാർ എന്റെ നമ്പർ ഒന്ന് പരിശോധിച്ചാൽ മതി, സകല കള്ളത്തരവും പുറത്താകും. പെട്ടു എന്നറിഞ്ഞാൽ പിന്നെ വിളിച്ചവരും കാണില്ല, പറഞ്ഞവരും കാണില്ല, ഞാൻ തന്നെ അനുഭവിക്കണം. അവസാനം എന്റെ തൊപ്പി വരെ തെറിക്കും. പിന്നെ സാറിന്റെ കൂടെ എനിക്കും അകത്ത് കിടക്കേണ്ടി വരും. അതുകൊണ്ട് എന്റെ പൊന്നു സാറേ, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല. എന്റെ കഞ്ഞിയിൽ പാറ്റ ഇടല്ലേ. എന്തായാലും സഹദേവന്റെ അവസ്ഥ മനസ്സിലാക്കുന്ന ബലരാമൻ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഷൺമുഖദാസിനെ കാണാനോ ഒരവസരം ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കുകയാണ്. അത് ഞാൻ ഏറ്റെന്ന് സഹദേവനും പറയുന്നു. ഇതേ സമയം ബലരാമനെ കാണണമെന്നുള്ള ആവശ്യമായിട്ട് വരുന്ന ഭാഗ്യശ്രീയെ പോലീസുകാരൻ അകത്തേക്ക് വിടുന്നില്ല, കാണാൻ അനുവദിക്കുന്നില്ല. അതിനുള്ള കാരണം എന്താണെന്ന് ഭാഗ്യശ്രീ ചോദിക്കുന്നുണ്ടെങ്കിലും കാരണം പറയാൻ മനസ്സില്ലെന്നും ഇപ്പൊ ഏതായാലും കാണാൻ പറ്റില്ലെന്നും ഒക്കെ അയാൾ തർക്കുത്തരം പറയുന്നുണ്ട്. തുടർന്ന് അവിടേക്ക് വരുന്ന സഹദേവനോടും ഭാഗ്യശ്രീ ഇതേ ആവശ്യം പറയുമ്പോൾ ബലരാമനെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലെന്നും ജയിലിൽ വഴിവിട്ട് ഒരുപാട് കാര്യങ്ങൾ അയാൾക്ക് ചെയ്തു കൊടുത്തു എന്നുള്ള പരാതിയുണ്ട്. അതുകൊണ്ട് ബലരാമന്റെ വക്കീലിനല്ലാതെ വേറെ ആർക്കും ബലരാമനെ കാണിക്കാൻ അനുവാദം കൊടുക്കരുതെന്നാണ് സുപ്രണ്ടിന്റെ ഓർഡർ. ഭാഗ്യശ്രീക്ക് ഇതിനോടകം തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് സുമിത്രയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, എന്റെ അമ്മ എപ്പോഴാ സൂപ്രണ്ട് ആയത് എന്ന്. എന്റെ അമ്മ പറഞ്ഞിട്ടല്ലേ ഏട്ടനെ കാണാൻ എനിക്ക് അനുവാദം തരാത്തത് എന്ന് തുറന്നു തന്നെ ചോദിക്കുമ്പോൾ സഹദേവനൊന്ന് പതറുന്നുണ്ട്. എങ്കിലും അത് പുറത്തു കാണിക്കാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാലേ ഞങ്ങള് ബലം പിടിക്കും. നിങ്ങൾക്ക് പിന്നെ ജന്മകാലത്ത് സഹോദരനെ കാണാൻ പറ്റില്ല. ഞങ്ങളൊരു തീരുമാനം പറഞ്ഞ് അത് അനുസരിക്കണം, അല്ലെങ്കിൽ മൊത്തത്തിൽ പ്രശ്നമാകും എന്നെല്ലാം പറഞ്ഞ് ഭാഗ്യശ്രീ ഒഴിവാക്കി വിടാൻ ശ്രമിക്കുമ്പോൾ ഭാഗ്യശ്രീക്കാണെങ്കിലും വാശി കയറുന്നുണ്ട്. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ലെന്നും ബലരാമനെ താൻ ഏത് വിധേനയും കാണുമെന്ന് തന്നെ തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട് ഭാഗ്യശ്രീ. എന്തോ ഒരു വഴി മനസ്സിൽ തെളിയുന്നത് കൊണ്ട് തന്നെ ആ രീതിക്ക് മുന്നോട്ട് പോകാമെന്ന് തന്നെ തീരുമാനിച്ച് അവിടെ നിന്നും പോകുന്നു. അതിനുശേഷം അലിഗയില് കൺമണിക്ക് സ്റ്റാഫ്സ് എല്ലാം അവരുടെ ഡിസൈൻസ് വന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതെല്ലാം നോക്കിയിട്ട് അതെല്ലാം ഒന്നുകൂടെ മെച്ചപ്പെടുത്താമെന്നുള്ള രീതിയിൽ കൺമണി അവർക്ക് പല നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതിനിടയിൽ അവരെ അഭിനന്ദിക്കാനും കൺമണി മറക്കുന്നില്ല. ഇതേ സമയത്താണ് കൃഷും മാനസയും കൂടെ കൺമണിയുടെ മുമ്പിൽ കൂടെ കടന്നു പോകുന്നത്. കൺമണി അവിടെ നിൽക്കുന്നത് കാണുന്ന മാനസ ക്യാബിനിലേക്ക് കയറാൻ തുടങ്ങുന്ന കൃഷിനെ തടഞ്ഞു നിർത്തിയിട്ട് ഇടാൻ വിട്ടുപോയ ഷർട്ടിന്റെ ബട്ടൺസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട്, ഇതൊക്കെ നീ ശ്രദ്ധിക്കണ്ടേ കൃഷ്, എല്ലാ കാര്യങ്ങളിലും ഞാൻ ഇടപെടണമെന്ന് വെച്ചാൽ വലിയ കഷ്ടമാണ് കേട്ടോ. കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ തന്നെ നിനക്ക് അയൺ ചെയ്ത് സെറ്റാക്കി വിട്ടോളാം എന്നെല്ലാം കൺമണി കേൾക്കത്തക്ക രീതിയിൽ മാനസ ഇങ്ങനെ പറയുമ്പോൾ കൺമണിക്ക് അതൊക്കെ കേട്ട് വല്ലാത്ത ദേഷ്യം തോന്നുകയാണ്. ഇതുകൊണ്ടും തീർന്നില്ല, കൺമണിയുടെ മുമ്പിൽ വെച്ച് തന്നെ
തന്നെ കൃഷിന്റെ കവളത്തായിട്ട് ഒരു ഉമ്മയും കൂടെ കൊടുക്കുകയാണ് മാനസ. ആ കാഴ്ച കൂടെ കാണുമ്പോഴത്തേക്കും കൺമണി ശരിക്കും തളർന്നു പോകുന്നു. കൃഷ്ണനോട് നല്ല ദേഷ്യവും തോന്നുന്നുണ്ട്. ഇതിനൊക്കെ സഹകരിക്കുന്നുണ്ടല്ലോ എന്നോർത്തിട്ട് മാനസ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ കൃഷിനെ വല്ലാത്ത ദയിപ്പിക്കുന്ന ഒരു നോട്ടം നോക്കിയിട്ടാണ് കൺമണി അവിടെ നിന്നും പോകുന്നത്. കൃഷിനാണെങ്കിലും മനസ്സിലാവുന്നുണ്ട് കൺമണി നല്ല കലിപ്പിലാണെന്ന്. പിന്നീട് രണ്ടുപേരും അവരവരുടെ ക്യാബിനകത്ത് കയറും. കൃഷിന്റെ ജാള്യതയോടെയുള്ള ആ ഒരു ഇരിപ്പ് കണ്ടിട്ട് കൺമണി കൃഷിനെ കോൾ ചെയ്യാണ്. എന്നിട്ട് നല്ല വഴക്ക് പറയുന്നുണ്ട്. ഉമ്മ കൊടുക്കലിന് മാത്രം എന്തിനാ നിർത്തിയത്? കെട്ടിപ്പിടിച്ചൊരു പാട്ടും ഡാൻസും കൂടെ ആവായിരുന്നില്ലേ? ഓ, ഡ്രസ്സ് ശരിയാക്കുന്നു, കൊഞ്ചുന്നു, കുഴയുന്നു. ഇതേ ഓഫീസാ, പാർക്കോ ബീച്ചോ ഒന്നും അല്ല. ഇതൊക്കെ കേട്ട് കൃഷി, എന്റെ കൺമണി, ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ വരുന്നത് വരെ അവളെ പിടിച്ചു നിർത്താനുള്ള ഒരു അഭിനയം ഒന്ന് സഹിച്ചേ പറ്റൂ. എന്നാൽ കൺമണി പറയും ഇത് അഭിനയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, ഒറിജിനൽ ആണെന്ന പോലെയാ എനിക്ക് തോന്നുന്നത്. എന്റെ മുന്നിൽ വെച്ച അഭിനയം ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇല്ലാത്തപ്പോ എങ്ങനെയായിരിക്കും? ഇതൊക്കെ കേട്ട് കൃഷി കൺമണിയെ കൺവിൻസ് ചെയ്യാൻ പറയുന്നുണ്ട് ഇത് അഭിനയമാണെന്നും നീ വിഷമിക്കണ്ട, ഇത് നമുക്ക് വേണ്ടിയല്ലേ എന്നും. സത്യത്തിൽ ഈ വാശിയും ദേഷ്യമൊക്കെ കൺമണി കാണിച്ചത് വെറും നമ്പറാണ്. കൃഷ്ണനോട് പറയും എന്റെ കൃഷ് സാറിനെ എനിക്കറിയില്ലേ, സാറിന്റെ മനസ്സിൽ ഞാനും എന്റെ മനസ്സിൽ സാറും മാത്രമല്ലേ ഉള്ളൂ. എനിക്ക് സാറിനെ പൂർണ്ണമായിട്ടും വിശ്വാസമാണ്. എത്രത്തോളം വിശ്വാസമാണെന്ന് കൃഷിന്റെ ചോദ്യം കേട്ടിട്ട് പറയില്ലെന്ന് പറയുകയാണ് കൺമണി. അങ്ങനെ കൃഷ് കൺമണിയോട് കിന്നരിച്ചു തുടങ്ങുന്ന ആ ഒരു സമയത്താണ് മാനസ കൃഷിന്റെ ക്യാബിനിലേക്ക് വന്നിട്ട് എനിത്തിങ് പേഴ്സണൽ എന്ന് ചോദിക്കുന്നത്. ഏതായാലും മാനസയെ കണ്ടതോടുകൂടി കൃഷ് കൺമണിയോടുള്ള സംസാരം അവസാനിപ്പിച്ച് ഫോൺ വെക്കുന്നുണ്ട്. എന്നിട്ട് മാനസയോട് ഒന്നുമില്ലെന്നും പറയുന്നു. മാനസ വന്നിട്ട് 1-2 അപ്ഡേറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞ് കൃഷിന് ഒരു ഫയൽ കൊടുക്കുകയാണ്. എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ് എന്ന് കൃഷി ചോദിക്കുമ്പോൾ ഫാക്ടറിയിൽ നിന്നും 3 പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നും സത്യഭാമ, സുലോചന, ശാന്ത. ഇത് കേൾക്കുന്ന കൃഷി സസ്പെൻഡ് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മെയിൽ കൃഷിന് അയച്ചിട്ടുണ്ട് വിത്ത് CCTV വിഷ്വൽസ്. സസ്പെൻഷൻ അല്ല, ടെർമിനേഷൻ തന്നെ കൊടുക്കേണ്ടതായിരുന്നു അവർക്ക്. കൃത്യസമയത്ത് അവർ വരുന്നില്ല, പലപ്പോഴും നേരത്തെ പോകും. പിന്നെ ഓഫീസിലുള്ള കറങ്ങി നടക്കൽ, അതെല്ലാം വിഷ്വൽസിലുണ്ട്. ചെയർമാനും മെയിൽ പോയിട്ടുണ്ട്. ഏതായാലും ഇതെല്ലാം കേൾക്കുന്ന കൃഷിന് അമ്മായിമാരെ ഇനി തിരിച്ചെടുക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാവുകയാണ്. മാനസയും മനസ്സിൽ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് നിനക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്കറിയാം കൃഷ്. നിന്റെ കൺമണിയുടെ അമ്മായിമാരുടെ അവസ്ഥയിൽ നീ ഉള്ളിൽ കരയുകയല്ലേ. ഈ മാനസയോടാ നിന്റെ കളി. തുടർന്ന് മാനസ നമുക്ക് നല്ലൊരു ചീഫ് ഡിസൈനറെ കൂടെ കിട്ടിയിട്ടുണ്ടെന്നും മിസ് ശ്രീദേവി നമ്മുടെ ആഡ് കണ്ട് അവര് വന്നതാ എന്നൊക്കെ മാനസ പറയുമ്പോൾ ഒട്ടും സന്തോഷമില്ലെങ്കിലും ആണോന്ന് ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് കൃഷ്. ശ്രീദേവി നാളെ തന്നെ ചാർജ് എടുക്കുമെന്നും കൂടെ മാനസ അറിയിക്കുമ്പോൾ കൃഷ് ആണെങ്കിൽ ഇതിനിടയിൽ കൺമണിയെ നോക്കുന്നുണ്ട്. മാനസയ്ക്ക് മനസ്സിലാവുന്നുണ്ട് കൃഷിന്റെ മനസ്സിൽ എന്താണെന്ന്. അപ്പൊ മാനസ മനസ്സിൽ പറയും അവളിങ്ങോട്ട് വന്നോട്ടെ, നിന്റെ കൺമണിയെ ഞാൻ തെറിപ്പിക്കുകടാ എന്ന്.